When I hear your name, I feel so free, and yet you're tattered all over my brain. You're like perfection, feel the connection. I want this so bad, go now. രാവിലെ തന്നെ പോർക്കുമായി മല്ലു. ഹായ് ഗായ്സ്, അപ്പം ഇന്നൊരു സൺഡേ ആണ്. നമ്മളപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ശരിക്കും ഇതൊരു റീലിൽ തുടങ്ങിയതാട്ടോ. എനിക്കും ഐശ്വര്യക്കും ദേവിക്കും കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം ഞാനതിലെപ്പോഴും കൊണ്ട് എന്തെങ്കിലും ചോറും കറികളൊക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ കാണുന്ന റീലൊക്കെ കൊണ്ടിടും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇട്ടപ്പോഴത്തേക്കും അത് ശരിക്കും നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ പരിപാടിക്ക് പോകുമല്ലോ, അപ്പോൾ അവർക്ക് മീൻകറി, ക്യാബേജ്, പിന്നെ എന്തെങ്കിലും മോര് ചാറോ അങ്ങനെ എന്തെങ്കിലും, പിന്നെ ബീഫ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ എൻഗേജ്മെൻറ്റ്, കല്യാണം, അങ്ങനെ അവരുടെ പരിപാടിക്ക് മുമ്പ് കഴിക്കില്ലേ, അതേപോലത്തെ ഫുഡ് ആയിരുന്നു ഞാൻ അന്ന് അയച്ച റീല്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് ക്രിസ്ത്യത്തിൻ്റെ പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലേ മുതലേ. ഞാൻ കൂടുതൽ നമ്മുടെ സദ്യ സൈഡിലോട്ട് പോകാതെ കൂടുതൽ ആ സൈഡ് പിടിക്കുന്ന ഒരാളാണ്. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള സാധനം മീൻകറിയാണ്. അപ്പം അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി വിചാരിച്ചു എന്നാൽ നമുക്കൊരു ദിവസം അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും കൂടെ. അങ്ങനെ ഒരുമിച്ച് ഓഫുള്ള ഒരു സൺഡേ സെറ്റാക്കാം എന്ന് വിചാരിച്ചു. സൺഡേ ഓഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സൺഡേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് കുട്ടപ്പൻ പറഞ്ഞത് നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് 2 കറി വെച്ച് എല്ലായിടത്തും കുക്ക് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ടൈം അടുക്കളയിലായി പോവില്ലല്ലോ, നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അടുക്കളയിലായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കറികളായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് മാമ്പഴ പുളിശ്ശേരി, മീൻകറി, പോർക്ക് ഫ്രൈ, ചിക്കൻ ഫ്രൈ, പോർക്ക് ഇച്ചിരി റോസ്റ്റ് പോലത്തെ ഒരു ഗ്രേവിയുള്ള ഫ്രൈ ആട്ടോ, പിന്നെ ചമ്മന്തി, സാലഡ്, പപ്പടം. അങ്ങനെ ഞാനിവിടെ ചമ്മന്തിയും പോർക്ക് ഫ്രൈ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ചോറും ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ചോറും ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ച്. അവിടെ ദേവിക ചിക്കൻ ഫ്രൈയും ക്യാബേജ് തോരനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഐശ്വര്യ മാമ്പഴ പുളിശ്ശേരിയും മീൻകറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം സൺഡേ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ വിളിക്കണമായിരുന്നു. അപ്പം ഞാൻ പണിയുടെ ഇടയിൽ അമ്മയോടൊക്കെ സംസാരിച്ച് അപ്പം 2 ടൈപ്പ് സാലഡിൽ ഒരു സാലഡ് ഞാൻ ഇവിടെ ഉണ്ടാക്കാം, ഒരെണ്ണം അവരവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാലഡ് ജസ്റ്റ് നമ്മൾ സവാളയും ക്യാരറ്റും ഇട്ടിട്ട് വിനാഗിരി ഒഴിച്ച് തിരുമ്മി എടുക്കുന്ന സെറ്റപ്പാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ അച്ചായി പണ്ട് എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. സൺഡേ ഞങ്ങളുടെ വീട്ടിൽ മെയിൻ സാധനം ചിക്കൻ കറിയും ഈ സാലഡും ഒക്കെ ആയിരുന്നു. അപ്പം അച്ചായി ഉണ്ടാക്കുന്ന ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്രയൊന്നും ആവത്തില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അവരുടെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അവരുടെ അങ്ങോട്ട് നമ്മുടെ ഇവിടെ നിന്നൊരു 10-20 മിനിറ്റോളം ഉണ്ട് കാറിന്. അപ്പം ഞാൻ ഇറങ്ങിയ സമയത്ത് ദേവിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വൈകുന്നേരം നോമ്പ് തുറയും കൂടെ സെറ്റാക്കാം, നീ വരുമ്പോഴത്തേക്കും പഫിൻ്റെ പേസ്ട്രിയും കൂടെ വാങ്ങിച്ചു നമുക്ക് പപ്സ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നുമില്ല റോട്ടിൽ. ഞങ്ങൾക്ക് പക്ഷേ എല്ലാ സിഗ്നലും കിട്ടി. ഒറ്റ സിഗ്നൽ ഞങ്ങൾ വിട്ടിട്ടില്ല, എല്ലാ സിഗ്നലും പിടിച്ച ഞങ്ങൾ ലിവർപൂൾ വരെ എത്തിയത്. നമ്മൾ ഇങ്ങോട്ട് ഇച്ചിരി മാറി സെൻറ്റ് ഹെലൻസിലാണ് താമസിക്കുന്നത്. അവർ കറക്റ്റ് പ്രോപ്പർ ലിവർപൂൾ സിറ്റി സെൻറ്ററിൻ്റെ അവിടെ നിന്നൊരു 10 മിനിറ്റ് ദൂരത്തിലാണ് താമസിക്കുന്നത്. നമ്മളിവിടെ വർക്ക് ചെയ്യണതുകൊണ്ട് നമ്മളിവിടെ അടുത്താണ് താമസിക്കും. അങ്ങനെ ഞങ്ങൾ അവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തി. അവരുടെ ഫ്ലാറ്റിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അവർ വന്ന് തുറന്നു തരണം. ഞങ്ങളെത്തി താഴെ. ശരിയൊക്കെയും ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് സുഖം. അപ്പം ഞാൻ ഇവനോട് പറയണമായിരുന്നു പൊക്കത്തുനിന്ന് ദേവിക ഫോൺ പിടിച്ചുകൊണ്ട് ഇറങ്ങിയവനുണ്ട്, അവളും വീഡിയോ എടുക്കണമായിരിക്കും എന്ന്. അങ്ങനെ ബാക്കിൽ ഒരാൾ വീഡിയോ എടുക്കുന്നു, ഫ്രണ്ടിൽ ഒരാൾ വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറി. അവിടെ ഓൾറെഡി വിവേകേട്ടൻ ഐശ്വര്യയുണ്ട്. ഐശ്വര്യ പപ്പടം കാച്ചുകയായിരുന്നു. ഞങ്ങളെത്തി. ആ പപ്പടവും കൂടെ സെറ്റ് ചെയ്ത് എല്ലാ കറികളും ഒന്നും കൂടെ ചൂടാക്കി എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ്. ചോറിന് ചൂടുണ്ടായിരുന്നു. കറി നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് ചെറിയ തണുപ്പുള്ളതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് കറിക്ക് ചൂടാറും. ഇപ്പോൾ നേരത്തെ അത്രയും തണുപ്പ് കുറവുണ്ട്. ഇപ്പം നമുക്കിവിടെ സ്പ്രിങ് ആയി, പൂക്കളൊക്കെ വരാൻ തുടങ്ങി.
പക്ഷെ എന്നാലും ചെറിയ തണുപ്പുണ്ട്. തണുപ്പ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെ തണുപ്പ് ഒരിക്കലും കുറയാറില്ല. ഭയങ്കരമായിട്ട് എനിക്ക് തണുപ്പ് കുറഞ്ഞ പോലെ തോന്നാറില്ല. തണുപ്പ് അത്യാവശ്യം ടെമ്പറേച്ചറുള്ള ദിവസം ഇവിടെ കാറ്റുണ്ടാവും. അപ്പം അങ്ങനെ കാറ്റ് വഴി തണുപ്പ് കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് ഇന്നലെ സമയം മാറി. അപ്പം അതുകൊണ്ടിപ്പം നാട്ടിലായിട്ട് സമയം 4.5 മണിക്കൂർ വ്യത്യാസമായി. നൈറ്റ് സമയം ഒരു 12 മണി കഴിഞ്ഞിട്ട് പിന്നെ 1 മണി ഉണ്ടായില്ല, ഡയറക്റ്റ് 2 മണിയാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് 2 മണിയാണ് കാണിച്ചത്. അപ്പം സമയം മാറി. അപ്പം നമുക്ക് ഇന്ന് സൺസെറ്റും ഭയങ്കര ലേറ്റായിട്ടാണ്. ഒരു 7:45 ആയിട്ടാണ് സൺസെറ്റ് തന്നെ. പെട്ടെന്ന് നാളെ രാവിലെ പെട്ടെന്ന് സൂര്യൻ ഉദിക്കുകയും ചെയ്യും. എനിക്ക് ശരിക്കും ഈ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഡേ കൂടുതൽ, എനിക്കെന്നല്ല പൊതുവെ എല്ലാവർക്കും ഇതായിരിക്കും ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഡേ ലൈറ്റ് കൂടുതലുള്ളത് സമയം അതായിരിക്കും പൊതുവെ എല്ലാവർക്കും ഇഷ്ടം. ഇനി ഒക്ടോബർ വരെ നല്ല സമാധാനമുണ്ട്. അങ്ങനെ കറികളൊക്കെ എല്ലാം ചൂടാക്കി നിരത്തി വെച്ച് എല്ലാവരും പാത്രമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. ശരിക്കും സ്വർഗം കിട്ടിയ ഫീലിങ്സ് ആയിരുന്നു എനിക്കെന്നല്ല എല്ലാവർക്കും. കാരണം ഞങ്ങൾ ഇത്രയും കറിയൊന്നും വെച്ച് കഴിക്കില്ല. നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് കഴിക്കാറുണ്ടെങ്കിലും നമ്മൾ ഇത്രയും കറിയൊക്കെ വെച്ച് നമ്മുടെ ഈ 12 hour ഷിഫ്റ്റിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇത്രയും കറിയൊന്നും വെച്ച് കഴിക്കാൻ നേരം ഉണ്ടാവാറില്ല. അപ്പം പിന്നെ പൊതുവേ ഞാനും അർജുനും ചോറ് കഴിക്കൽ വളരെ കുറവാണ്. മിക്കപ്പോഴും എന്തെങ്കിലും നമുക്ക് ഈസി കുക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് പോകാനാണ് നോക്കാറുള്ളൂ. അപ്പം ചോറ് കഴിക്കൽ വളരെ കുറവാണ്. അപ്പം എനിക്ക് ശരിക്കും ഇത്രയും കറികളൊക്കെ കൂട്ടി കഴിക്കാൻ കുറേ നാളത്തെ ആഗ്രഹമാണ്. നാട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ചായല്ലോ. സോ യമ്മി. ചമക്കണുള്ളൂ. വയലും മീനാണ് മുള്ളു ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇച്ചിരി നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എന്തായാലും സൺസെറ്റ് വൈകിയല്ലേ, അപ്പം നമുക്കൊന്ന് പാർക്ക് വരെ പോകാമെന്ന് വിചാരിച്ച് ഇവിടെ അടുത്ത് സ്റ്റാൻലി പാർക്കിലാണ് ഞങ്ങൾ പോയത്. അവിടെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഐശ്വര്യം വിവേകേട്ടനും വന്നില്ല. വിവേകേട്ടന് ഒരു ചെറിയ പനിയുടെ കോളുണ്ടായിരുന്നു. അപ്പം വെറുതെ ഇനി കാറ്റ് കൊണ്ട് കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ കാറിന് പോന്നു. ഇവിടെ ഡാഫോഡിൽസ് കുറേ ഉണ്ട് പാർക്കിൽ, റോട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ദേവിക അർജുനും മാറി മാറി ഡാഫോഡിൽസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തണുത്ത് വരച്ച് അവിടെ നിൽക്കുമായിരുന്നു. നല്ലതാണ്, എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതെല്ലാം കണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറി ഇച്ചിരി അപ്പുറത്തോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ച് അപ്പുറത്തോട്ടൊക്കെ നടന്നു കേട്ടോ. അപ്പുറത്തും ഡാഫോഡിൽസ് ഉണ്ട്. പിന്നെ വേറെ പൂക്കളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൂക്കൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പുറത്തെ വശത്തെ ഡാഫോഡിൽസിൽ കുറേ പൂക്കളുണ്ടെങ്കിൽ അവിടെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നു. പക്ഷെ ഇപ്പുറത്തെ ആദ്യം കണ്ട അത്രയില്ല, ഇവിടെ കുറവാണ്. ഇവിടെ ശരിച്ച് ഫോട്ടോ എടുത്തോടെ. സമയം 6 മണി 6:30 ആയെങ്കിലും നല്ല വെട്ടമുണ്ട്. സൂര്യൻ കറക്റ്റായിട്ട് മുഖത്ത് തന്നെ അടിക്കാവുന്ന രീതിയിൽ നിൽപ്പുണ്ട്. സൺസെറ്റ് ആവാറാകുമ്പോഴാണ് ഇച്ചിരി കൂടെ ഭംഗി ഇവിടുത്തെ സൂര്യനെ കാണാൻ. ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ പോണ വഴിക്കൊന്ന് കടയിലൊക്കെ കയറി 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി, ദേവിയുടെ വീട്ടിൽ പോയി. അവിടെ നിന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കി, മുളക് ബജ്ജി, പപ്സ്, പിന്നെ റോള് എല്ലാം ഉണ്ടാക്കി. ചായയൊക്കെ വെച്ചു, പാൽച്ചായ വെച്ചു. പാൽച്ചായ ഏലക്കയൊക്കെ ഇട്ട് വെച്ച്. എനിക്ക് പാൽച്ചായയോട് വലിയ താല്പര്യമില്ല. വിവേകേട്ടനും കട്ടൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വിവേകേട്ടനും കട്ടൻ ചായ കുടിച്ചു. ഞാൻ ഇച്ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് ലൈം ടീ ആക്കി കുടിച്ചു. ചായയുടെയൊക്കെ കഴിഞ്ഞ് സമയം നോക്കിയപ്പോഴാണ് അറിയണത് 8:30 ഇരുട്ടാവാത്തതുകൊണ്ട് സമയം പോയതൊന്നും അറിയത്തും പോലുമില്ല. പിന്നെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സിനിമയൊക്കെ കണ്ട് ഒരു 11-12 മണി വരെയൊക്കെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പയ്യെ എല്ലാവരും ഇറങ്ങി. ഐശ്വര്യയ്ക്ക് വീട്ടിൽ പോയി. ഞങ്ങളും വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്തായാലും നാളെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ രാത്രി കിടന്നിട്ട് പിന്നെ രാവിലെ ആയിട്ട് എഴുന്നേറ്റ് പോകണ്ടല്ലോ, രാത്രി അങ്ങ് ഓടിച്ചു പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാത്രി തന്നെ വീട്ടിൽ പോയി. അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.